ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ വോയിസ് ഗേൾ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ കമൻറ്റിൽ ഞാനൊരു സംഭവം കണ്ടിട്ടുണ്ടായിരുന്നു. അമ്മയൊക്കെ പോണതിന് മുന്നേ നിങ്ങളൊരു ലോങ് വീഡിയോ ഇടണേ എന്ന് പറഞ്ഞിട്ട്. സോ ആ ലോങ് വീഡിയോ ആണ് ഇത്. അല്ലും തുമ്പിയും കാശിയൊക്കെ അടുത്ത് കിടന്ന് ഉറങ്ങുന്നതുകൊണ്ട് വോയിസ് ഓവറിൽ ഞാൻ സൗണ്ട് കുറച്ചാണ് പറയുന്നത് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണേ. അകത്ത് ഇത് അവിടെ വൈശാഖേട്ടന് പണി കാശിക്കുട്ടിനെ തൊട്ടിലാട്ടി കൊടുക്കുകയാണ്. തുമ്പമ്മ അടുത്ത് തന്നെ ഉണ്ട്. അല്ലൂട്ടൻ എന്തോ കള്ളത്തിൽ ഒപ്പിച്ചിട്ടുള്ള നിപ്പാണ്. ശർക്കര കട്ട് തിന്ന പരിപാടിയിലാണ് കേട്ടോ. ആസ് യൂഷ്വൽ എപ്പോഴത്തെയും പോലെ തന്നെ അമ്മയും കിച്ചണിൽ കാര്യമായിട്ടുള്ള പരിപാടികളിലാണ്. അല്ലൂട്ടൻ പിന്നെയും ശർക്കര എടുക്കാൻ പോയിട്ടുണ്ട്. രേവതി ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് എത്തിയിട്ടുമുണ്ട് കേട്ടോ. ഇനി നമുക്ക് പയ്യെ നമ്മുടെ ട്രീറ്റ്മെൻറ്റിലേക്ക് കടക്കണം. ഇന്ന് കിഴിയുടെ 2ാമത്തെ ദിവസമാണ്, അതായത് ഇലക്കിഴി നടക്കുന്നതിൻ്റെ 2ാമത്തെ ദിവസം. ഞാൻ പല്ലിടുന്ന ഒറ്റ സമയത്ത് വീഡിയോ ഇടണ്ട, അല്ലാത്തപ്പോൾ വീഡിയോ പിടിക്കുന്നതാണ് അമ്മമ്മ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അതായത് സ്വന്തം പല്ലല്ല എന്നുള്ള അഹങ്കാരം അമ്മമ്മയ്ക്ക് ഇല്ല എന്നർത്ഥം. പിന്നെ ഉണ്ടല്ലോ, അമ്മമ്മയ്ക്ക് പല്ല് വെച്ച് ഞാൻ വേറൊരു മുഖം, പല്ല് വെക്കാത്തപ്പോൾ വേറൊരു മുഖം കേട്ടോ. എനിക്കിഷ്ടമാണ് അമ്മമ്മ പല്ല് വെക്കാണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർ രണ്ടുപേരും അവിടെ എന്തൊക്കെയോ പണികളാണ്. നമുക്ക് ഇവിടെ ഏതാ ഒരു കൊറിയർ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തോന്നും എനിക്കാണ് അത് വന്നിരിക്കുന്നത്. അല്ല, രേവതിയുടെ പേരിലാണ് വന്നിരിക്കുന്നത്. സംഭവം നമ്മുടെ സ്റ്റീം ബോക്സ് ആണ് കേട്ടോ. ഇന്ന് നമുക്ക് സ്റ്റീമും കൂടെ ഉള്ള ദിവസമാണ്. സോ സ്റ്റീം ബോക്സ് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഹായ് എൻ്റെ സ്റ്റീം ബോക്സ് എന്നുള്ള രീതിക്കാണ് രേവതി വരുന്നത്. ആക്ച്വലി അമ്മമ്മയൊക്കെ പ്ലാൻ ഇട്ടുണ്ടായിരുന്നത് ഞായറാഴ്ച പോകണം എന്നാണ്. പക്ഷേ നമുക്കറിയാലോ, നമ്മുടെ ചുറ്റും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇപ്പോഴും ശരിയായിട്ടില്ല. നടന്നുകൊണ്ടിരിക്കണം എന്താണെന്നുള്ളത്. പലയിടങ്ങളിലും വെള്ളം കയറിയിട്ടുണ്ട്, അതുപോലെ ലാൻഡ് സ്ലൈഡ് നടന്നിട്ടുണ്ട്, ഉരുള് പൊട്ടിയിട്ടുണ്ട്. സോ ഒരുപാട് പ്രശ്നങ്ങൾക്ക് നടുക്കാണില്ലേ നമ്മൾ കേരളം ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അമ്മമ്മ പോണ സ്ഥലമാണെങ്കിലും റിസ്കി ഏരിയയാണ്. കഴിഞ്ഞ ആഴ്ചത്തെ കമൻറ്റ് ബോക്സിലൊക്കെ അധികം ഞാൻ അതിനെയാണ് കണ്ടുകൊണ്ടിരുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ തൽക്കാലത്തേക്ക് നമ്മൾ പ്ലാനൊന്ന് മാറ്റിപ്പിടിച്ചു. സൺഡേ വേണ്ട, നമുക്ക് മൺഡേ പോകാം. വെള്ളമൊക്കെ എന്താണ് അവസ്ഥ, മഴ കുറയോ നോക്കിയിട്ട് അതിനനുസരിച്ച് പോകാം എന്നുള്ള രീതിക്ക് ഒരു ദിവസം കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇങ്ങോട്ട് വരുമ്പോൾ കൊണ്ടുവരാനുള്ള സാധനം അങ്ങോട്ടന്നെ കൊണ്ടുപോകാം അല്ലേ. മുമ്പ് ബാഗൊക്കെ എടുത്ത് ബാംഗ്ലൂർ പോകാണെന്നാണ് പറയുന്നത് കേട്ടോ. അവിടെ ആരാണാവോ ഉള്ളത്. പിന്നെ അതാ നമ്മുടെ സ്റ്റീം ബോക്സ് ഒക്കെ സെറ്റായപ്പം അല്ലൂനൊരാഗ്രഹം ഓനായിട്ടുള്ളൊന്ന് കയറണമെന്ന്. കയറ്റി കൊടുത്തു, ആഗ്രഹമല്ലേ കുട്ടികളുടെ. അപ്പം നടത്തി കൊടുക്കണമല്ലോ. ആ കുഞ്ഞിത്തല പുറത്തേക്ക് എത്തിയിട്ടുണ്ട്. പിന്നെ ഏട്ടൻ കയറിയിട്ടുണ്ടെങ്കിൽ എന്തായാലും അനിയത്തിക്കും കയറണമല്ലോ. അതിൻ്റെ ഉള്ളിൽ കയറി മൂപ്പർക്കൊരു സന്തോഷമായിട്ടോ. ഇന്നിപ്പോൾ സ്റ്റീം ചെയ്ത് എന്നെ എന്ത് കുരത്തിലാണാവോ നിങ്ങൾ കാണാൻ പോണത്. എനിക്കിത് കണ്ടപ്പോൾ പണ്ടത്തെ സിനിമയിൽ ജാതുല്ല ഇനി ഓർമ്മ വന്നു. അപ്പോൾ ഇത് കാണാൻ വേണ്ടിയിട്ടാണ് അമ്മയ്ക്ക് ഓടി വന്ന് നോക്കുന്നത് കേട്ടോ. ഇന്നാണെങ്കിൽ പുക പരിപാടിയാണ്. എന്താണെന്നല്ലേ, കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ സെറ്റ് ചെയ്യണം. അതൊരു സ്ഥലത്ത് എൻ്റെ ട്രീറ്റ്മെൻറ്റ് നടക്കുന്നുണ്ട്. അതിനുള്ള സാധനങ്ങളും കാര്യങ്ങളൊക്കെ അങ്ങനെ. അല്ലൂനും തുമ്പിക്കും ക്ലാസ് ഇല്ല. അപ്പോൾ എല്ലാം കൊണ്ടും കലുഷിതമായ ഭൂമിയാണ് ഗൈസ്. പിന്നെ ഇതാ അടുത്ത പീസ് കയറിയിട്ടുണ്ട്. ഇതിൻ്റെ പിന്നെ തലയൊന്നും കാണാൻ കഴിയൂല. ആ തെങ്ങും തൈ പോലത്തെ സാധനം കാണില്ലേ മുകളിലേക്ക്, അതാണ് നമ്മുടെ തുമ്പി. നോക്കട്ടെ, എവിടെ മോളെവിടെ? അങ്ങനെ അവിടുത്തെ ഒച്ചപ്പാടും ബഹളമൊക്കെ കഴിഞ്ഞതാ ഞങ്ങൾ കൊലായിലേക്ക് വന്നാണ് കേട്ടോ. നമ്മളെ ശിങ്കിടിമണിയിലൊന്ന് എണീപ്പിക്കണം. കാശിക്കൊട്ടിന് കുടിക്കാൻ ആചരിച്ചിട്ട് കണ്ടോ തപ്പുന്ന കണ്ടില്ലേ. ഞാൻ എൻ്റെ മണം പ്രത്യേകം അറിയാം. ഞാനെടുത്താൽ മാത്രമേ ഓന് ഈ പ്രശ്നമുള്ളൂ, ബാക്കി ആരെടുത്ത് മൂപ്പർക്ക് ഈ പ്രശ്നമല്ല കേട്ടോ. ഇനിയിപ്പോൾ വേഗം പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. നമുക്ക് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാനുള്ള സമയമായി തുടങ്ങി. അപ്പം ഇന്ന് നല്ല അടിപൊളി പത്തിരിയും അതുപോലെ തക്കാളിക്കറിയും തലേന്നത്തെ മീൻകറിയും ഒക്കെ ഉണ്ടായിരുന്നേ. റീനമ്മ ഉണ്ടാക്കണ പത്തിരി അതുപോലെ പൂരി ഇതിനൊക്കെ പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ. പത്തിരി എസ്പെഷ്യലി വാട്ടി കുഴച്ചുണ്ടാക്കുന്നതുകൊണ്ട് നല്ല സോഫ്റ്റ് ആയിരിക്കും, ഭയങ്കര നൈസായിട്ടാണ് ഉണ്ടാക്കുക. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിച്ചു. രേവതിയും ഞാനും ഒക്കെ. രേവതിക്ക് ഇതാ ഈ ഒരു വീഡിയോ എടുക്കുന്ന സമയത്ത് അവർക്കൊരു നാണം വരാനുണ്ട് കേട്ടോ. സ്പെഷ്യൽ നാണമാണ്. അപ്പോൾ പിന്നെ അത് പകർത്തിയെടുത്തേക്കാം എന്ന് വിചാരിച്ചു ഞാൻ. അതൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരത്തെ റെസ്റ്റിന് ശേഷമാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. കാരണം കഴിച്ച പാടും തന്നെ പോയി ഒഴിയാനിരിക്കാൻ പാടില്ലല്ലോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ തല ഇങ്ങോട്ട് മസാജ് ചെയ്ത് അങ്ങോട്ട് തുടങ്ങുകയാണ് ചെയ്യുന്നത്. എനിക്കിപ്പോൾ 14 ദിവസത്തെ ട്രീറ്റ്മെൻ്റ് ആയിരുന്നു. അതിലിപ്പോൾ ഈ കിഴി എനിക്കെന്താ പറയുക, കിഴി തുടങ്ങിയതിന് ശേഷം കുറച്ചിങ്ങനെ നമുക്ക് ബോഡിയിൽ ഇങ്ങനെ പെയിനൊക്കെ അറിയാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി അങ്ങോട്ടേക്ക് കുറച്ച് ദിവസം നല്ല റെസ്റ്റ് എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നടക്കുക എന്തോരോ അറിഞ്ഞുകൂടാ. അപ്പോൾ ട്രൈ ചെയ്യുന്നെ, അല്ലാണ്ട് ഇപ്പം എന്താ അല്ലേ. അപ്പോൾ ഇലക്കിഴിയാണിത്. ഇതിൽ പലതരം ഇലകളാണ് കേട്ടോ യൂസ് ചെയ്യുക. അതൊക്കെ പാടത്ത്, അതായത് നമ്മളവിടുത്തെ വയലിലൊക്കെ പോയി അച്ഛനും വൈശാഖേട്ടനും കൂടെ കണ്ടുപിടിച്ച്, അവർക്ക് ഇലയെന്ന് അറിയില്ല, ഇങ്ങനെ പിക്കൊക്കെ നോക്കി കണ്ടുപിടിച്ചൊക്കെ കൊണ്ടുവന്നതാണേ. 9 ദിവസം നമുക്ക് ഫുൾ ബോഡി മസാജും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതെന്ന് വെച്ചാൽ കുറച്ച് എന്താ പറയുക സുഖമുള്ള പരിപാടി തന്നെയായിരുന്നു. പക്ഷെ എന്നാലും നമ്മളെ മസിലൊക്കെ അങ്ങോട്ട് എന്താ പറയുക ഇളമിക്കുക എന്ന് പറയുള്ളൂ, നമ്മുടെ ശരീരം ഇളമിക്കുക എന്നല്ലോ. ഓൾറെഡി കർക്കിടകം ആകുമ്പോൾ നമ്മളെ ശരീരം ഇളമിക്കുന്നതാണ് പറയുക. അതിൻ്റെ കൂടെ ഇത്തരം ട്രീറ്റ്മെൻറ്റ്സും പ്രസവാനന്തരവും കൂടി ആകുമ്പം നമ്മളെ ബോഡി ഭയങ്കര വീക്കായിരിക്കും. എനിക്ക് പൊതുവിലെ ഡെലിവറിക്ക് ശേഷം ബോഡി വലിയ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. പെട്ടെന്ന് അങ്ങ് എണീക്കുമൊക്കെ. അന്ന് തുമ്പിമോളുടെ ഡ്രസ്സ് തടഞ്ഞിട്ട് വീഴാൻ പോയത് ഓർമ്മയുണ്ട്. ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് ആ വേദന എപ്പോഴും പോയിട്ടില്ല കേട്ടോ. അത്യാവശ്യം നല്ല പെയിനുണ്ട്.
അങ്ങനെ നമ്മളിതാ കൈക്കും കാലിനും ഒക്കെ നല്ല ഇലക്കിഴിയൊക്കെ പിടിച്ചു. വൈശാഖേട്ടൻ ക്യാമറമാൻ ഉള്ളത് കൊണ്ട് നമുക്ക് വീഡിയോ ഒക്കെ എടുത്ത് തന്നു കേട്ടോ. എനിക്കാണെങ്കിൽ ഇപ്പം ട്രീറ്റ്മെൻറ്റിനൊക്കെ അങ്ങനെ കിടക്കുന്ന സമയത്ത് ഞാൻ കൂടുതൽ ആലോചിക്കും, അയ്യോ അമ്മയും പോവാൻ ഇനി എത്ര ദിവസമാണുള്ളത്, അയ്യോ എത്ര ദിവസമല്ലേ ഉള്ളൂ അമ്മയെ. അപ്പോൾ അങ്ങനെ എനിക്ക് എന്താ പറയുക, ഒരു ടെൻഷൻ നിറഞ്ഞൊരു ടൈമാണ് കേട്ടോ ഇപ്പം ഞാൻ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. വേറൊന്നുമല്ല, നമുക്ക് എല്ലാവർക്കും ഉണ്ടാവണം തന്നെയാണ്. ഞാൻ അല്ലുവിനെ പ്രസവിച്ചിട്ട് വരുമ്പോഴും തുമ്പീനെ പ്രസവിച്ചിട്ട് വരുമ്പോഴും ഒക്കെ സെയിം അവസ്ഥ തന്നെയായിരുന്നു. എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. അയ്യോ എന്ത് ചെയ്യുന്നു പറയുമ്പോൾ എനിക്ക് എൻ്റെ ഫാമിലിയിൽ, ഇപ്പോൾ വൈശാട്ടിൻ്റെ ഫാമിലിയിലാണെങ്കിലും വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ കൂടിയും നമുക്ക് ആ ഒരു ടെൻഷനാണല്ലേ. അത് എത്ര നല്ല ഫാമിലി, ഇപ്പോൾ നമ്മൾ ഹസ്ബൻഡിൻ്റെ ഫാമിലി നല്ലതല്ലായിട്ടൊന്നുമല്ല, പക്ഷേ നമുക്ക് നമ്മളെ വീട്ടിൽ നിന്ന് വരുമ്പോൾ ഉണ്ടാകുന്ന വല്ലാത്തൊരു തരം സങ്കടം അത് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു ഗൈസ്. എന്നെ കാണാൻ എന്തോ ഒരു ഭംഗിതാ. എൻ്റെ 2 മക്കളും വന്നിട്ടാണെന്ന് കമൻ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണേ. എന്തപ്പം അമ്മേ അതിൻ്റെ ഉള്ളിൽ എന്തപ്പം നിങ്ങൾ ചെയ്യണത്, അതിൻ്റെ ഉള്ളിൽ പുകയൊക്കെ വരുന്നുണ്ടല്ലോ. അപ്പോൾ അമ്മേ എന്താ അത് പ്രേതത്തിനെ പോലെ ഉണ്ടെന്നാണ് തുമ്പി പറയണത് കേട്ടോ. അങ്ങനെ എന്തായാലും അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഉരുകി ഒലിക്കുക എന്നൊക്കെ പറയില്ലേ, അത് കൂട്ടായിരുന്നു നല്ലോണം സ്വേദനം ചെയ്യേണ്ടത്. അപ്പോൾ 1 ടൈപ്പ് ഓഫ് സ്വേദനമാണ്. അപ്പോൾ നന്നായിട്ട് അങ്ങനെ വിയർത്ത് ഒഴുകി ഒലിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നല്ല സുഖമുണ്ട്, കാരണം അവിടെ നിങ്ങൾ പുറത്തേക്ക് വരുമ്പോഴത്തേക്ക് എന്തോ ഭയങ്കര ബോഡി ലൈറ്റനായ പോലെ, ഭയങ്കര ബോഡി വെയിറ്റ് ഒക്കെ ഒന്ന് കുറഞ്ഞ പോലെ, അല്ലെങ്കിൽ അങ്ങനെ കുറഞ്ഞു എന്നല്ല കേട്ടോ, നമ്മളെ ഫീലാണ് ഞാൻ പറയുന്നത്. നമുക്ക് എന്താ പറയുക, നമ്മുടെ ശരിക്കും പറഞ്ഞാൽ സ്വേദം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിലെ പോസൊക്കെ ഓപ്പൺ ആവുമെന്നാണ് പറയുക. അപ്പോൾ അങ്ങനെ പോസൊക്കെ ഓപ്പണായി അങ്ങോട്ട് സെറ്റായിട്ട് അങ്ങോട്ട് പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങാൻ നിൽക്കുകയാണ് കേട്ടോ. അവിടെ കുത്തിന്നിട്ട് വായടയ്ക്കാൻ എനിക്ക് പറ്റില്ല. അതിൽ കൂടെ പോകണം അമ്മേനോട് അമ്മമ്മേനോട് അല്ലുവിനോട് തുമ്പീനോട് പോയി കഴിഞ്ഞാൽ രേവതീനെ വിളിച്ചെത്തി ഓളോട് അങ്ങനെ എല്ലാവരും അടുത്തും വർത്താൻ പറഞ്ഞോണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. വായടയ്ക്കുന്ന പരിപാടി എനിക്കില്ല. അങ്ങനെ എന്താ ട്രീറ്റ്മെൻറ്റ് ഉണ്ടോ എന്തോ. കഴിഞ്ഞ ദിവസം ഇമ്പളെ കമൻറ്റ് ബോക്സിൽ ഒരു കമല ചേച്ചി വന്നിട്ട് മെഴുകുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ആദ്യം വിളിച്ച് ദേഷ്യത്തിന് അങ്ങ് ബ്ലോക്ക് ചെയ്ത് കളഞ്ഞു. പക്ഷേ ഇപ്പം എനിക്ക് തോന്നുന്നു ബ്ലോക്ക് ചെയ്യണ്ടായിരുന്നു, കുറച്ച് നേരം കൂടെ അമ്മച്ചീനെ സഹിച്ചോട്ടേന്ന്. അതിന് ഭയങ്കര ബുദ്ധിമുട്ട്. ഞാൻ അങ്ങനെ വർത്താനം പറയുന്നതുകൊണ്ട് എൻ്റെ കുട്ടികളെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, പ്രത്യേകിച്ച് കമല ചേച്ചി. ഇതിപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് മൂപ്പത്തി കേൾക്കില്ലല്ലോ, മൂപ്പത്തിനെ ഞാൻ ബ്ലോക്ക് ചെയ്തില്ലേ. എനിക്ക് എൻ്റെ സ്വഭാവം എങ്ങനെയാണ്, എന്നെ പേഴ്സണലി അറിയാവുന്ന എല്ലാവർക്കും അറിയാം. ഞാൻ അങ്ങനെ ബ്ലാ 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 ആണ്, അല്ലാതെ ഞാൻ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് അങ്ങനെ ആവുന്നില്ല. ഇനി നിങ്ങൾ പറയുന്നത് കേട്ടിട്ട് സൗമ്യമായി സംസാരിക്കൂ, ശാന്തമായി സംസാരിക്കൂ. അവരിങ്ങനെയല്ലേ, ഇവരുടെ വീഡിയോ എങ്ങനെയല്ലേ എന്നൊന്നും പറയുന്ന അടുത്തേക്ക് ആരും വരണ്ട. ബിക്കോസ് എനിക്ക് ഞാനാവാനേ പറ്റൂ, വേറൊരാളാവാൻ പറ്റൂല. പിന്നെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ മുമ്പിൽ വന്നിരുന്ന് വെറുതെ ഇല്ലാത്ത ചിരിച്ചിരിക്കാനോ അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക, ഞാൻ പറയുന്ന സെൻസിലല്ലാത്ത രീതിയിൽ സംസാരിക്കാനോ എനിക്ക് പറ്റില്ല. ഞാൻ എങ്ങനെയാണോ അതുപോലെ സംസാരിക്കുന്നത്. എനിക്ക് എന്താണോ സംസാരിക്കാൻ തോന്നുന്നത് അതിനെക്കുറിച്ചാണ് സംസാരിക്കുക. പിന്നെ ഞാൻ ഇങ്ങനെ തന്നെയാണ്, ബ്ലാ 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 ബ്ലാ. അത് ഇപ്പോൾ എൻ്റെ കൂടെ പഠിച്ചവർക്ക്, എൻ്റെ ജൂനിയേഴ്സ്, എൻ്റെ സീനിയേഴ്സ്, എൻ്റെ വീട്ടിലുള്ളവർ, എന്നെ പേഴ്സണലി അറിയുന്ന ആരോട് ചോദിച്ചാലും പറഞ്ഞുതരും ഞാൻ ഇങ്ങനെയാണ്. അപ്പോൾ ഇതൊന്നൊരു മാറ്റം നിങ്ങൾ പ്രതീക്ഷിക്കരുത്. എന്നെക്കൊണ്ടത് പറ്റൂല. എന്ത് ചെയ്യാനും വല്ലയ്യ, നിങ്ങളെന്നെ സഹിച്ചേ പറ്റും. അല്ലെങ്കിൽ ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ കാണണ്ട കേട്ടോ. ഞാൻ അങ്ങനെയാണ് പറയുന്നത്. ഈ കമലയടത്തിനോടൊക്കെ ഞാൻ അതാണ് പറഞ്ഞത്. ഇഷ്ടമല്ലെങ്കിൽ ചേച്ചി സ്വൈപ്പ് ചെയ്ത് പോയിക്കോ. എന്നിട്ട് ചേച്ചി ശാന്തവും സൗമ്യവുമായി ഏതെങ്കിലും വ്ളോഗ് കാണുന്നുണ്ടെങ്കിൽ അത് കണ്ടോളൂ, എനിക്കത് കുഴപ്പമില്ല. പക്ഷേ എന്നെ ചൊറിയാൻ വരരുത് എന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ എനിക്ക് തോന്നി എന്തിനും ഞാൻ ഇവിടെ അടുത്തൊക്കെ വർത്താൻ പറഞ്ഞിരിക്കുന്നത്, അങ്ങ് ബ്ലോക്ക് ചെയ്യാം, അങ്ങ് ബ്ലോക്ക് ചെയ്ത് വേണ്ടായിരുന്നല്ലേ. എന്തായാലും ആവട്ടെ, ഇഷ്ടമുള്ളവർ കാണുക, അത്ര തന്നെ. പിന്നെ ഞങ്ങളെല്ലാവരും ഭക്ഷണം കഴിച്ച് കഴിഞ്ഞതിന് ശേഷം തുമ്പീനെ ഞാൻ ഇരുത്തി വിരട്ടി തീറ്റിക്കുകയാണ് കേട്ടോ. കാരണം ഇന്ന് കുറച്ച് അലമ്പായിരുന്നു അവൾ, ഓക്ക് ഭയങ്കര ഷാഢ്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഓളെ തീറ്റിച്ച് അത് കഴിഞ്ഞ് ഞാൻ വന്നൊന്ന് നൂർന്ന് കിടന്ന്. കാരണം ഒഴിച്ചിലൊക്കെ കഴിഞ്ഞാണേ, റെസ്റ്റ് വേണേ. ഇവിടെ ഇപ്പോൾ ആർക്കാണ് ഒഴിച്ചിൽ കഴിഞ്ഞത് എന്നാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്. കണ്ടോ, എൻ്റെ സേട്ടൻ ഇവിടെ നന്നായിട്ട് ഉറങ്ങുന്നുണ്ട്. ഞാൻ വിളിച്ചെണീപ്പിച്ചത്. എനിക്ക് എന്താ അറിയില്ല, ഭയങ്കര ഇഷ്ടമാണിത്. ഈ വൈശാഖേട്ടൻ അല്ലൊരു തുമ്പിനെ ഉറങ്ങുന്നതെന്ന് ഞാൻ എണീപ്പിക്കാറില്ല കേട്ടോ. കാരണം തുമ്പിയൊക്കെ ഉറക്കത്തിൽ നിന്ന് വിളിച്ചെണീപ്പിച്ചാൽ അലമ്പാണ്. അല്ലുടനെ അതെ, ഉറക്കത്തിൽ നിന്ന് വിളിച്ചെണീപ്പിച്ച് കഴിഞ്ഞാൽ ശരിയാവില്ല. പക്ഷേ കാശിനെയും വൈശാഖേട്ടനും ഇങ്ങനെ എനിക്ക് ചൊറിയാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാശി പിന്നെ തൊടുമ്പോൾ അങ്ങനെ എക്സ്പ്രഷൻസൊക്കെ മാറുന്നത് കാണാനാണ് ഇഷ്ടം. ഈ സാധനത്തിന് എനിക്കിങ്ങനെ ചൊറിയാനാണ് ഇഷ്ടം. പക്ഷേ പാവം ഉറങ്ങിക്കോട്ടെ എന്ന് ഞാൻ വിചാരിക്കും. പക്ഷേ എന്നാലും എൻ്റെ ഉത്ബോധ മനസ്സ് അതിന് സമ്മതിക്കുന്നില്ല. വീണ്ടും ഞാൻ ചെറിയുമ്പോൾ ഇങ്ങനെ ഏട്ടൻ പറയും, എൻ്റെ ദൃശ്യേ എന്നെ ഒന്ന് ഉറങ്ങാൻ വിട്. അപ്പോഴാണ് ക്യാമറ കാണുന്നത് കേട്ടോ. എൻ്റെ മുഖത്ത് ഒരു ആത്മനിർവൃതി നോക്കി, ഹൈ കണ്ണാപ്പി ലുക്കായിട്ടുണ്ടല്ലേ. ഞാൻ മൊത്തത്തിൽ ട്രീറ്റ്മെൻറ്റ് കഴിയുമ്പോഴത്തേക്ക് ഞാൻ ഈ കുളത്തിലാണ് കേട്ടോ വരാറ്. അങ്ങനെ കുറച്ച് നേരം കൂടിയൊക്കെ ഏട്ടനെ വെറുപ്പിച്ചു. അധികം നേരം വെറുപ്പിച്ചാൽ ഞാൻ എന്നെ അടുത്ത് റൂമിൽ നിന്ന് പുറത്തേക്കിടും. അങ്ങനെ എന്തില്ലെങ്കിലും വെറുതെ എന്തിനാണ് തെറ്റുന്നത്? ഞങ്ങൾ തെറ്റാൻ ഇച്ചിരി നിമിഷം മതി, നന്നാവാനും ഇച്ചിരി നിമിഷം മതി. അതുകൊണ്ട് കുറച്ച് നേരം കൂടെ ഉറപ്പിച്ചതിന് ശേഷം ഏട്ടൻ ഉറങ്ങിക്കോട്ടെ എന്ന് ചേട്ടനെ ഞാൻ വെറുതെ വിട്ടു. പിന്നെ ഞാൻ അടുത്ത പീസിനെ പിടിച്ചു. എനിക്കങ്ങനെ ഉറപ്പിക്കാൻ ആരെങ്കിലുമൊക്കെ കിട്ടിയാൽ മതി. അപ്പോൾ ഇത് ഞാൻ അടുത്തതിന് പിടിച്ചു. കാശിക്കുട്ടനെ ഞാൻ പാല് കൊടുത്തുകൊണ്ട് അവൻ്റെ ബ്രൂട്ടീഷൻ തീർക്കുകയാണ് കേട്ടോ. ബ്രൂട്ടീഷൻ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാനതിൽ എക്സ്പേർട്ടാണ്. അങ്ങനെ വലിയ എക്സ്പേർട്ടൊന്നുമല്ല. അയ്യോ എൻ്റെ കയ്യിലെ മഞ്ഞൾ നോക്കിയാട്ടെ, ഈ മഞ്ഞളൊക്കെ എങ്ങനെ ഞാൻ ഉരച്ച് തീർക്കുക ദൈവമേ. അങ്ങനെ നമ്മൾ കാശിക്കുട്ടനെ ഒരുക്കിയിട്ട് വരാം. നിങ്ങൾ കണ്ടോളൂ ഒരുക്കി കഴിഞ്ഞിട്ടുള്ള കോലം എന്താണെന്ന്. ഇന്ന് ഞാൻ കണ്ണെഴുതിയിട്ടില്ല, ബിക്കോസ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ അവനെ ഡോക്ടറെ കാണിച്ചതിന് ശേഷം ഒരു തുള്ളിമരുന്ന് ഇട്ടിക്കാനുണ്ട് കണ്ണിൽ.
അതുകൊണ്ട് ഞാൻ കണ്ണെഴുതിയിട്ടില്ല. പിരികൊക്കെ എഴുതി പൊട്ടൊക്കെ തൊട്ട് ചുന്ദരനാക്കി അവിടെ കിടത്തിയിട്ട് ഇവൻ എന്താ ദൈവമേ ഷഡ്ഡീൻ്റെ സ്റ്റിക്കറാന്ന് തോന്നുന്നു എടുത്ത് ചുണ്ടിലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. എന്തായാലും ചേട്ടനും അനിയനും കൂടെ അവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. ഇവൻ ഉറങ്ങിക്കഴിഞ്ഞാലും ഇവൻ കിടക്കുന്ന കണ്ടാൽ അല്ലുട്ടിനും വല്ലാത്തൊരു ത്വരയാണ്. അവിടെ വന്നിട്ട് 2 ഉമ്മ കൊടുത്ത് ഒന്ന് മണപ്പിച്ച് ഒക്കെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മൂപ്പർക്കൊരു സന്തോഷമാണ്. അപ്പോഴത്തേക്കും മൂപ്പരങ്ങ് എണീക്കുകയും ചെയ്തോളും. കാശിക്ക് എന്തെങ്കിലും ഒരു സൗണ്ട് മതിയിട്ട് എണീക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അമ്മമ്മ പറയും അങ്ങനെ കുട്ടികളെ വളർത്തരുത്, കുട്ടികളെ എന്ത് ചെയ്യണം, സൗണ്ടൊക്കെ കേട്ട് വളരണം എന്ന് പറയും. എന്നിട്ട് അമ്മമ്മ നന്നായി പാത്രത്തിന് ഒച്ചയൊക്കെ ഉണ്ടാക്കൂട്ടോ. അതെന്താ പറഞ്ഞ ഇതൊരു പ്രാന്തത്തെയാണ് മുടിയെല്ലാം കഴിച്ചിട്ടിനി മുടിയൊക്കെ കെട്ടിട്ട് ഉമ്മ കൊണ്ടടിയുന്നേ. ഉണ്ടോ നീ പറയുന്നൊക്കെ ശ്രദ്ധിക്കണേ. നീ അവനോട് എന്തേ പറഞ്ഞു നോക്ക്. വായിലൊന്നും കൈ വെക്കാനും പറയും. തുപ്പലാക്കി തന്നോ? നിന്നോട് പറയുന്ന നിന്നോട് എന്തോ പറയുന്നുണ്ട്. ചോദിച്ചെടുത്തിട്ട് എനിക്ക് ചോദിച്ചാ നിന്റെ ഞാൻ ചേച്ചി അല്ലാത്തോണ്ട് ഒഴിച്ചെടുക്കണ്ടേ ചോദിച്ചെടുക്കും. ആന്ന് കണ്ടോ ഓൻ പറയുന്നത്. ചേച്ചിയാണെങ്കിൽ എന്താ ഒഴിച്ചാല് ചേച്ചിക്കാ ഒഴിച്ചു കൊടുക്കേണ്ടത്. ചേച്ചി ചോദിച്ചാ ചേച്ചി പാവല്ലേ? ഏത് ചേച്ചിയാ പാവോ? ഈ ചേച്ചി. ഇന്റെ ഭഗവാനെ, ഇത്രയും പാവം പിടിച്ചൊരു കുട്ടീനെ ഞാൻ കണ്ടിട്ടേ ഇല്ല. ഉണ്ടോ? ആ വൈഫൈ വന്നു പോയതാ, കറണ്ട് പോയോണ്ടേ. ഇത്രയും പാവാണോ അല്ലേ ഇവന്റെ ചേച്ചി, കാശീന്റെ ചേച്ചി? ഒരു പാവം ചേച്ചിയല്ലേന്ന് ഞാൻ പറഞ്ഞു. ഇത്രയും പാവം പിടിച്ച ഞാൻ കണ്ടില്ല. ഇല്ല 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 കാലൊക്കെ വേറെ സ്ഥലത്ത്. ഇല്ല ഇല്ല പക്ഷേ ഇവൻ വിചാരിക്കണ്ടാവും ഷീ ഈസ് എ ഡേഞ്ചറസ് ഫെലോ അല്ലേ മോനെ? ഈശ്വര, എന്നെ സ്നേഹിക്കാൻ ഇടവും വരവും 2 എണ്ണങ്ങൾ ഉണ്ടല്ലോ. നിന്നെ ഉമ്മ വെക്കാനോ വന്നതാ? മുടി കടിക്കാൻ വരിക അമ്മ. എന്താ അമ്മമ്മ പാവല്ല. പാവല്ലേ? നമുക്ക് നാളെ പോകുന്നേ. വേണ്ട അമ്മമ്മ പാവ. നീയാ പാവ. അല്ല നീയാ പാവം. അല്ല നീ പാവല്ല, നീയാണ് പാവന്ന്. നിന്റെ അമ്മമ്മ പാവല്ല. എന്തായാലും നിന്റെ അമ്മമ്മയോ? ഈ രണ്ടും ആ അമ്മമ്മ പാവാണ്, ഈ അമ്മമ്മ പാവല്ല. അതെന്റെ മോളല്ലേ, പിന്നെന്താ? പത്തനംതിട്ട കണ്ടിട്ടാണ്. ആ തെറ്റി 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 മോനെ തെറ്റി. വാവാ വാവാ മനസ്സിലായില്ല. എന്താണ്? ഓ ഈ പാവപ്പെട്ടവരെയൊന്നും നിങ്ങൾക്ക് ഇഷ്ടമല്ലല്ലോ. എനിക്കിഷ്ടാ. ഇപ്പൊ ഉന്നയിച്ച കിൻഡർ ജോയ് കൊണ്ടുവന്ന 2 ഞാൻ ആകെ നിങ്ങളെ പാവാന്ന് പറഞ്ഞ ഓനാ. പ്രേമ പാവല്ല. ഇപ്പൊ നിങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പത്തേക്ക് നിങ്ങൾ ഓനെ കുറ്റം പറയാവോ? ആരാ അവിടെ അമ്മമ്മേനെ ഷോട്ടെന്ന്? ഞാൻ ഡൗട്ടാണ്. നോക്കിട്ട് എത്തുന്നില്ലല്ലോ. അതില് ഒരു കുപ്പായം, വലിയ കുപ്പായം. ഇതിൽ കൊണ്ട് വലിയ കുപ്പായം. ചാടണം.
താടണം കാട്ടുന്നില്ല. മരം കാണാൻ തുടങ്ങുവാന്നോ ഇങ്ങനെ വലിച്ചു വാ തുപ്പി. അതാ അല്ലൂന് എന്നെ കൊടുത്തേക്ക്. ബ്ലാക്ക്ബെറി ഇത് ബ്ലാക്ക്ബെറിയാ? ഇതെന്താ നോക്കുന്നേ? ചിരി വരുത്താ ചിരി വരുത്താ ചിരിച്ചേതാ തുമ്പി അതിന്റെ ഇടയിൽ വന്ന് നോക്കി. ഞാൻ നോക്കിയ സമയത്ത് മോന്ത മാറ്റി നോക്കി വെറും കള്ളത്തിയ. ആ ഉണ്ണിയച്ചനോട് മാത്രം മിണ്ടാന്ന്. ഞാൻ തിന്നോളാം. ഞമ്മക്കൊന്നും വേണ്ടേന്ന് നോക്ക്. ഞാൻ ഇങ്ങോട്ട് തിരിഞ്ഞു. നിന്റെ അത്ര വലുതാണതിന് മുന്നേ ഓടി കയറൂ അല്ലേ? ഓടി കയറൂല. അങ്ങനെ ഗൈസ് ഉണ്ണിയച്ചൻ വന്നു. ഇതാ അമ്മമ്മേൻ്റെ അടുത്ത് അമ്മച്ചൻ്റെ അടുത്തൊക്കെ എന്തോ സംസാരിച്ച് നിൽക്കാൻ കേട്ടോ. ഇപ്രാവശ്യം ഒരു ട്വിസ്റ്റ് ഉണ്ട് ഗൈസ്. ഉണ്ണിയച്ചന് പത്തനംതിട്ടയിൽ നിന്ന് സ്ഥലം മാറ്റാണ്, അതും മൂന്നാറിലേക്ക്. അപ്പോൾ അമ്മയും ഉണ്ണിയച്ചനും ഇവിടുന്ന് നേരെ പത്തനംതിട്ടയ്ക്ക് പോയി അവിടുന്ന് സാധനങ്ങളൊക്കെ എടുത്ത് നേരെ മൂന്നാറിലേക്ക് പോകണം കേട്ടോ. പാവം അമ്മയ്ക്ക് ഒരു റെസ്റ്റ് ഇല്ല സത്യം പറഞ്ഞാൽ. അവിടെ ചെന്നെല്ലാം ഒന്ന് സെറ്റായി കഴിഞ്ഞാൽ പിന്നെ അമ്മയ്ക്ക് ഫുൾ റെസ്റ്റ് തന്നെയാണ് കേട്ടോ. കാരണം ഉണ്ണിയച്ചൻ രാവിലെ ജോബിന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അമ്മയ്ക്ക് വലിയ പണികളൊന്നുമില്ല. പിന്നെ അമ്മ പറയും എപ്പോഴും കിടക്കുക അല്ലെ എന്തെങ്കിലും ഫോണിൽ കണ്ടിരിക്കുക, അങ്ങനെയൊക്കെയാണ്. അധികം പണികളൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഇവിടെ സത്യം പറയുകയാണെങ്കിൽ അമ്മയും മര്യാദയ്ക്ക് ഇരുന്നിട്ടില്ല, റെസ്റ്റേ ഉണ്ടായിരുന്നില്ല. 3 കുട്ടികളില്ലേ, ഇവരുടെ കാര്യം, എൻ്റെ ട്രീറ്റ്മെൻറ്റ് എല്ലാം കൂടി ആകുമ്പം പിന്നെ ഒരു ഓട്ടം തന്നെയാവും. പിന്നെ അമ്മച്ചൻ്റെ കാര്യങ്ങൾ നോക്കണ്ടേ. അങ്ങനെ എല്ലാം കൂടി ആയിട്ട് ഇവർ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 പേരും നന്നായി പെടാപ്പാട് പെട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ അവർ പോയി കഴിയുമ്പോൾ ഞാൻ പെടാപ്പാട് പെടും. എൻ്റെ ദൈവമേ. ഈ സമയത്തൊക്കെ, അതായത് ഇത് ശനിയാഴ്ചയാണ് കേട്ടോ ഈ വ്ളോഗ് ഞാൻ എടുക്കുന്നത്. ഞായറാഴ്ച പോവാം എന്നുള്ള പ്ലാനിലാണ് നിൽക്കുന്നത്. പക്ഷേ നമ്മൾ ഈ ഇൻസ്റ്റഗ്രാമും എന്തെടുത്ത് നോക്കുമ്പോഴും കാണുന്നത് എന്താണ്, ഈ വെള്ളം കയറി അവിടെ പ്രശ്നം ഇവിടെ പ്രശ്നം എന്നുള്ളതാണ് കേട്ടോ. അപ്പം ഞങ്ങൾ ഇങ്ങനെ ഇവിടെ പറഞ്ഞു കൊടുക്കണ്ട, അമ്മമ്മ ഇത് റിസ്ക് ആണ്, നമുക്ക് പോവണ്ട, നമുക്ക് വേറെ അടുത്ത ദിവസം പോവാം, നമുക്ക് നോക്കിയിട്ട് പോവാം എന്നൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടതിലും അമ്മമ്മയുടെ മനസ്സ് വീട് എന്തായി ഉണ്ടാവും. കാരണം രാവിലെ തന്നെ ആരോ ഒരാൾ വിളിച്ച് വീടൊക്കെ കൂടെ നാശമായി കിടക്കുകയാണ് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് അമ്മമ്മ ആകെ ടെൻഷനിലായിരുന്നേ. അപ്പോൾ എന്തായാലും പോകണം തന്നെ പറഞ്ഞ് നിൽക്കുകയാണ്. ഇവിടെയൊക്കെ ആണെങ്കിൽ നന്നായി വെള്ളം ഏറിയിട്ടുണ്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് പോകാൻ നിൽക്കുകയാണ് ഞങ്ങൾ കേട്ടോ. അമ്മേനെയും ഉണ്ണിച്ചനൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ യാത്ര ചെയ്ത് വന്നതുകൊണ്ട് തന്നെ ഉണ്ണിച്ചൻ പറഞ്ഞു ഇല്ല ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മയും ഉണ്ണിച്ചനൊന്നുമില്ല, ഞാനും അല്ലും തുമ്പിയും വൈശാഖേട്ടനും. ശരി, വണ്ടി ഓടിക്കണേ മൂപ്പര് വേണമല്ലോ, അല്ല തള്ളിക്കൊണ്ട് പോകാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ 4 പേരും കൂടിയാണ് വെള്ളം കാണാൻ പോണത്. വെള്ളം കാണാൻ പോണ ഇടയ്ക്ക് നമ്മൾ ഇന്നാളെ ഞാൻ നമ്മളെ ഫുട്ബോൾ കളിക്കാരെ സംഭവമൊക്കെ കാണിച്ചെന്ന ആ ഒരു പാലം ഉണ്ടല്ലോ, ഞങ്ങളെ വീടിനടുത്തുള്ള കുറുങ്ങോട്ടടവ് പാലം, അവിടേക്കാണ് വെച്ച് പിടിക്കുന്നത് കേട്ടോ. അവിടെ നല്ല വെള്ളം കയറിയിട്ടുണ്ട്, പുഴയിലൊക്കെ നന്നായി വെള്ളം കയറിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടാണ് പോണത്. എല്ലാപ്പോഴത്തെയും പോലെ തന്നെ കാശി നമ്മൾ അവൻ്റെ അമ്മമ്മേൻ്റെയും മുത്തശ്ശീൻ്റെയും ഒക്കെ അടുത്താക്കിയിട്ട് തന്നെയാണ് പോന്നിരിക്കുന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പാലത്തിൻ്റെ ആടെ പോയി വീട്ടിൽ കയറണം എന്നൊക്കെയുള്ള പ്ലാനിലാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പോണ വയ്ക്ക് ഭയങ്കര കളി, പാട്ടൊക്കെ വെച്ചിട്ട് ഭയങ്കര ഡാൻസൊക്കെ ആയിരുന്നു കേട്ടോ. ബാക്കിലിരിക്കാന്നുള്ള പ്ലാനൊക്കെ ആയിരുന്നു. പക്ഷേ 2 പേർക്ക് മുമ്പ് തന്നെ ഇരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അവരൊറ്റയ്ക്ക് ഇരുത്താൻ പിടിച്ചങ്ങനെ ഞാനും കൂടി ഇരുന്നതാണ്. പിന്നെ ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ. അങ്ങനെ നമ്മളിത് ആ പാലത്തിൻ്റെ അവിടെ എത്താനായി തുടങ്ങിയിട്ടുണ്ട്. പോണ വഴിക്ക് തന്നെ സൈഡിലൊക്കെ നല്ല വെള്ളമുണ്ട് കേട്ടോ. പാലത്തിൻ്റെ അടുത്തുള്ള ഫുട്ബോൾ ഗ്രൗണ്ടാണ് മക്കളെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗ്രൗണ്ടൊന്നും കാണാനില്ല, ഫുള്ള് വെള്ളം കയറിയിട്ടുണ്ട്. പിന്നെ പുഴയിലാണെങ്കിലും നല്ലോണം വെള്ളം നന്നായിട്ട് നിരപ്പ് ഇങ്ങോട്ട് ഉയർന്നിട്ടുണ്ട് കേട്ടോ. കാണാനാണെങ്കിൽ കുറേ ആൾക്കാർ വന്ന് നിൽക്കണമുണ്ട്. അങ്ങനെ ഇതാ ഇവിടുന്ന് ഞങ്ങൾ പാലത്തിന് അടയ്ക്ക് പോയി. എൻ്റെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ അപ്പുറത്ത് പപ്പായ ഉണ്ട്. പപ്പായ എന്ന് വെച്ചാൽ അവിടെ ഒരു എന്താ പറയുക ടീ ഷോപ്പുണ്ട്. അപ്പോൾ അവിടുന്ന് കുറച്ച് എണ്ണക്കടികളും വാങ്ങി തിരിച്ച് പോരാം എന്നുള്ള പ്ലാനിലായിരുന്നു. പക്ഷേ എൻ്റെ കെട്ടിയവൻ എന്താണെന്ന് വെച്ചാൽ കുറച്ച് ബുദ്ധി കൂടുതലാണ്. അതുകൊണ്ട് നേരെ അങ്ങോട്ട് പോയി. എടി ഇവിടുത്തെ മാത്രമല്ല നമുക്ക് എറിഞ്ഞിക്കോതത്തെ വെള്ളവും കാണാമെന്ന് പറഞ്ഞിട്ടാണ് അങ്ങോട്ട് പോയത് കേട്ടോ. ആദ്യം ഞങ്ങളിവിടെ കുറച്ച് നേരം നിർത്തി ഇവിടെ നിന്ന് കണ്ട് തുമ്പിമോൾ ഇത് തലയൊക്കെ ഇട്ട് നോക്കുന്നുണ്ട് കേട്ടോ. അങ്ങോട്ടിട്ട് വീടുണ്ടെങ്കിൽ എടുക്കാനുള്ള നീന്തൽ പോലും എനിക്കറിയില്ല.
എനിക്ക് എന്താണെന്നറിയില്ല, നീന്തൽ പഠിക്കാനൊരു കഴിവില്ലായിട്ട് തന്നെയാണ് തോന്നുന്നു. നീന്തൽ പഠിക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു കഴിവ് തന്നെയാണല്ലേ. എൻ്റെ അച്ഛൻ എന്നെ കൊണ്ടുപോയിട്ടിട്ട് വെള്ളത്തിനിടയിൽ കൊണ്ടുപോയിട്ടിട്ട് വാഴപ്പിണ്ടി എറിഞ്ഞ് എന്നിട്ട് കയറി പോരുന്നുണ്ട്. വാഴപ്പിണ്ടി തിരിച്ച് കരയിലേക്ക് വന്ന് ഞാൻ വന്നില്ല ഗൈസ്. പിന്നെ അവസാനം അച്ഛൻ തന്നെ വന്ന് കൂട്ടിയിട്ട് പോകുന്നില്ലാണ്ട് എന്ത് ചെയ്യാനമല്ല ചെയ്യാം. അതിന് പണ്ട് തൊട്ടേ എന്നെ നീന്തൽ പഠിപ്പിക്കാൻ അച്ഛനൊക്കെ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ടെങ്കിലും നടന്നിട്ടില്ല. എനിക്ക് ഭയങ്കര പേടിയാണ്. അതുപോലെ തന്നെയായിരുന്നു ഡ്രൈവിങ്ങും. അച്ഛൻ പഠിപ്പിച്ച് ഡ്രൈവിംഗ് ക്ലാസ്സിൽ വിട്ട് പഠിപ്പിച്ച് ലൈസൻസും എടുത്ത്, എന്നാലും എനിക്കൊരു പേടിയാണ്. ഞാൻ ഓടിച്ചിട്ടുണ്ട്. എങ്ങനെയാണെന്ന് അറിയാം, അച്ഛൻ ബാക്കിലിരിക്കണം, ഞാൻ മുമ്പിൽ ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് അച്ഛൻ്റെ ഒരു വിരൽ എന്നെ ഇങ്ങനെ ടച്ച് ചെയ്യണം. അപ്പോൾ ഞങ്ങൾ ധൈര്യത്തിൽ ഓടിക്കും. ആ വിരൽ അങ്ങോട്ട് എടുത്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാം പോയിട്ടാ, പിന്നെ പേടിയാണേ. അങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു കഥ. ഈ പേടി എന്നാൽ മാറുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ പോന്ന് ഞങ്ങൾ അവസാനം എവിടെ എത്തി? എരഞ്ഞിക്കോത്തെത്തിയിട്ട് അവിടുന്ന് വെള്ളം കാണാൻ നിൽക്കുമ്പോഴാണ് ഞങ്ങൾക്ക് ആ ട്വിസ്റ്റ് മനസ്സിലായത്. അവിടെ റോട്ടുമ്മൽ ഫുള്ള് വെള്ളമാണ്, തിരിച്ചു പോരാനും പറ്റൂല, കാരണം വളയ്ക്കാൻ അവിടെ സ്ഥലമല്ല. ഇനി ഈ വെള്ളം താണ്ടി ഞങ്ങൾ പോകണം. ദൈവമേ, എല്ലാ ദൈവങ്ങളെയും മനസ്സിൽ വിചാരിച്ച് അങ്ങോട്ട് പോകാനല്ലാതെ ഒരു വഴിയില്ല. ഞങ്ങൾക്ക് വല്ല ആവശ്യം ഉണ്ടായിരുന്നോ അവിടുന്ന് ആ പാലം കണ്ട് തിരിച്ചു പോയാൽ അതിന്. അപ്പം എൻ്റെ കെട്ടിയോൻ എരഞ്ഞിക്കോത്തത്തെ വെള്ളം കണ്ടേ പറ്റൂ. അവസാനം എരഞ്ഞിക്കോത്തത്തെ വെള്ളം മൊത്തം കണ്ട് ഇവിടെ നാടെ തറ്റോളം വണ്ടി വെള്ളത്തിൽ കൂടെ ഓടിച്ച്. അയ്യോ, പിന്നെ ഏട്ടന് പോകുമ്പോഴൊക്കെ ഭയങ്കര ധൈര്യമാണ്. ഏട്ടൻ ഇങ്ങനെ പറയണ്ടേ, ഇതൊന്നും ഒരു പ്രശ്നമില്ല, വണ്ടി ഓഫായാലേ പ്രശ്നമുള്ളൂ എന്നൊക്കെ. വീട്ടിൽ തിരിച്ചെത്തിയതിനു ശേഷം 10 വട്ടം പോയിട്ട് വണ്ടി ഓഫാക്കി നോക്കിയിട്ടോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോയെന്ന് അറിയാൻ. ഇനിയിപ്പോൾ എന്താ അറിയോ, ഈ പട്ടര് മൂക്ക് പിടിക്കാന്ന് കേട്ടിട്ടുണ്ടോ? അതുപോലെ വളഞ്ഞ് പിടിക്കണം ഞങ്ങളെ താമസ സ്ഥലത്ത് എത്തണമെങ്കിൽ. ഇപ്പോൾ ഇവിടുന്ന് ഇതിലേ പോയി, പിന്നെ ചെത്തുകട വയലേ പോയി. അപ്പോൾ ചെത്തുകടവിൽ വെള്ളം, പിന്നെ ഈ പാലത്തിൻ്റെ കൂടെ പോയിട്ടോ, കാക്കേരി പാലത്തിൻ്റെ അതിൽ പോയി. അപ്പോൾ ഞാൻ വിചാരിച്ചോ ഇതിലേ വഴി ഉണ്ടായിരിക്കുന്നു, കാരണം എനിക്ക് പൊതുവേ വഴി അറിയില്ലല്ലോ. അപ്പോൾ അപ്പുറത്തെത്തിട്ട് പറയാൻ ഞാൻ പാലം കാണിക്കാൻ കൊണ്ടുവന്നത്. എന്നിട്ട് അവിടുന്ന് തിരിച്ച്. എൻ്റെ ദൈവമേ, ഞാനോ ഒരു എന്താ പറയുക, ചില സമയത്ത് മാത്രമേ എനിക്ക് ഇത്തരം ആക്രാന്തങ്ങൾ ഉണ്ടാവാറുള്ളൂ. നമുക്ക് സ്ഥലം കാണാം, അവിടെ പോവാം. അങ്ങനെ പോവാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഏട്ടനെ ചുറ്റിച്ചിട്ടേ കൊണ്ടുവരുള്ളൂ. അങ്ങനെ പിന്നെ ഏതൊക്കെയോ വഴികളിലൂടെ പോയി ഞങ്ങൾ കെട്ടാങ്ങലെത്തി. അവിടുന്ന് പിന്നെ ചിക്കനൊക്കെ വാങ്ങിച്ച് അങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് വീട്ടിലെത്തി. ഒന്ന് വെള്ളം കാണാൻ പോയ ഞാനാണ് ഫുൾ അന്താരാഷ്ട്ര ട്രിപ്പ് കഴിഞ്ഞ് വന്നത്. ഇവിടേക്ക് എത്തുമ്പോഴത്തേക്കും കാശിക്കോട്ടെ നൈസായിട്ട് അലമ്പായിട്ടായിരുന്നു, പക്ഷേ വലിയ കുഴപ്പമില്ല. പിന്നെ അവന് പാലൊക്കെ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം പിന്നെ എല്ലാവരെയും കൂടെ അങ്ങനെ കളിച്ച് കുറച്ച് നേരം കിടന്ന് അങ്ങനെ മൂപ്പരതാടെ കിടക്കുന്നുണ്ട്. തുമ്പമ്മ വന്നപ്പോൾ തുടങ്ങിയ ഉറക്കാണ് കേട്ടോ. വന്നപ്പോൾ നല്ല വണ്ടി കയറിയപ്പോൾ തുടങ്ങിയ ഉറക്കാണ്. ഇവിടെ എത്തിയപ്പോഴത്തേ മൂപ്പത്തി ഉറങ്ങി, കാശിക്കുട്ടിനെ ഉറക്കി അവിടെ കിടത്തിയിട്ടുണ്ട്. അപ്പുറത്ത് പോയിക്കുമ്പോൾ അല്ലുട്ടൻ ഉറങ്ങിയിട്ടുണ്ട്. ഇവരിന്ന് വെള്ളം കാണാൻ കൊണ്ടുവരുമ്പോഴത്തേക്കും എല്ലാവരും ഉറക്കായിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കണം അത്രേ. ഇന്ന് രാത്രി ഗോതമ്പിൻ്റെ ദോശയാണ് കേട്ടോ. അപ്പോൾ അമ്മമ്മ നല്ല അടിപൊളിയായിട്ട് ഗോതമ്പ് ദോശയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അമ്മയുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ചിക്കൻ കറിയൊക്കെ വെച്ചു രാത്രി. വീണ്ടും ഉച്ചയ്ക്കും ചിക്കനായിരുന്നു, രാത്രിയും ചിക്കൻ തന്നെ. പക്ഷേ ചിക്കൻ ഞങ്ങൾക്ക് അങ്ങനെ മടുക്കാറില്ല. അതുകൊണ്ട് അങ്ങനെ ദോശയും ചിക്കൻ കറിയൊക്കെ കൂട്ടിയൊരു പിടുത്തം പിടിച്ചു. മൈക്കിൾ ജാക്സന്റെ പെങ്ങളാ വിചാരിക്കും ആരേലും. മുടിയൊക്കെ കഴിച്ചിട്ടിട്ട് മറ്റേ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മറ്റേ പാട്ടിടണോ എന്തറിയോ? ആടാടാ മറ്റേ ഉറഞ്ഞുകൊള്ളാനൊക്കെ പോലെ അതുപോലെ മുടിയും കൂടെ അയച്ചിട്ടപ്പോൾ പക്ക മുടി കെട്ടി വെക്ക്. ഇഴയെടുത്ത് പിന്നെയെങ്കിലും ഇട്. നിങ്ങളാണ് എല്ലാവർക്കും കാണേണ്ടത്. പിന്നെന്താ മല ചെരിഞ്ഞിട്ടുണ്ടാവും, വരയ്ക്കുമ്പോ വരെ ചെരിഞ്ഞിട്ടല്ലേ. നമ്മളെ കുന്നിന്റെ അത്രയും കൂടി അകലില്ല സാധാരണ മാമന്റെ വീട്ടിലെത്തി. അപ്പൊ നിങ്ങളെ കുന്നാണ് പൊട്ടാൻ ചാൻസ് കൂടുതൽ. അപ്പൊ നമ്മളവിടെ നിൽക്കരുത് എന്നാ പറയണ്ടേ. മഴക്കാലം കഴിഞ്ഞ് പോകുന്ന ഏറ്റവും സേഫ്. നീ പറയാ അച്ഛൻ അവിടെ വിറ്റ് വേറൊരു സ്ഥലമൊക്കെ കണ്ടില്ല. ആ സ്ഥലത്ത് നല്ല ഉരുൾപൊട്ടി. ഒരു 5 സെന്റ് സ്ഥലം നല്ലൊരു വീടൊക്കെ കണ്ടിട്ട് ഞാൻ അമ്മച്ചനോട് അമ്മച്ചന് ഈ ഉരുൾപൊട്ടുന്ന സ്ഥലം മാത്രമേ പറ്റുള്ളൂ. അമ്മച്ചൻ ഞാൻ തണുപ്പുള്ള സ്ഥലം നോക്കിയെടുത്താണ്. അല്ല അച്ഛൻ അങ്ങനെയുള്ള സ്ഥലമാണ് ആഗ്രഹം എന്ന് പറഞ്ഞ അച്ഛൻ എപ്പോഴും തണുപ്പും ജോലിയും മേടിക്കാൻ പ്ലാൻ ചെയ്തോ? ഇനി വലിയൊരു ടാസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഉറങ്ങിക്കിടക്കുന്ന ഈ 2 എണ്ണങ്ങൾ എണീപ്പിച്ചിട്ട് എന്തെങ്കിലും കൊടുക്കണം. അതാണ് വലിയൊരു ടാസ്ക്. അല്ലെങ്കിൽ ഇവർ നട്ടപ്പാതിരയ്ക്ക് എണീറ്റ് വിശക്കുണ്ടെന്ന് പറയും. അതുകൊണ്ട് തുമ്പീനെ എണീപ്പിച്ച് അവൾക്ക് ഭക്ഷണം കൊടുക്കണം. അത് അമ്മയും ചെയ്തോളും. പിന്നെ കാശിക്കുട്ടിന് അമ്മയ്ക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ഓനെ എണീപ്പിച്ച് ഞാനും കൊടുക്കണം. ഇത് കഴിഞ്ഞ് അവരങ്ങോട്ട് ഉറങ്ങുകയില്ല. അപ്പോൾ വലിയൊരു ടാസ്ക് ആണ്. പിന്നെ ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല, കുട്ടികളെ പട്ടിണിക്ക് ഇടാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അവർക്കും കൂടെ ഫുഡ് കൊടുത്തിട്ട് ഞാൻ പോയി കിടക്കട്ടെ മക്കളെ, കിടക്കട്ടെ. അപ്പോൾ അടുത്ത വ്ളോഗിൽ കാണാം ഗൈസ്. ബൈ.